വൈദ്യവേദത്തിൻ്റെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 16 മുതൽ ജൂൺ 22 വരെയുള്ള ആഴ്ചയിലെ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ലതും ചീത്തയുമായ അനുഭവങ്ങളുണ്ടാകാം. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കൂടുതൽ ജോലികളുണ്ടാകാം. ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. ഈ സമയം ആരോഗ്യം ശ്രദ്ധിക്കണം. ചിട്ടയായ ഡയറ്റ് പിന്തുടരണം. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ സമയം കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാകാം. വിദേശത്ത് ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാകാം. വ്യാപാരികൾക്ക് കടുത്ത മത്സരങ്ങൾ നേരിടേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടും പ്രവർത്തിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാമെന്ന് ഗണേശൻ പറയുന്നു. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ആശ്വാസമുണ്ടാകും. ശത്രുക്കൾക്ക് പോലും നിങ്ങളുടെ ഒത്തുതീർപ്പിന് വരാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ മധ്യത്തിൽ ചെറിയ യാത്രകൾ പോകേണ്ടി വരും. യാത്രയിൽ സാധനങ്ങൾ ശ്രദ്ധിക്കണം. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്താൽ വിജയം നേടാം. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യം നിറഞ്ഞതാണെന്ന് ഗണേശൻ പറയുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു ഉന്നത വ്യക്തിയുടെ സഹായത്തോടുകൂടെ കുറേ നാളായി തടസ്സപ്പെട്ട ഒരു വലിയ കാര്യം നടക്കും. രാഷ്ട്രീയപരവും ഭരണപരവുമായ കാര്യങ്ങളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും. ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കും. കുട്ടികളുടെ നേട്ടങ്ങളിൽ സന്തോഷമുണ്ടാകും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കുറ്റം പറയുന്നവരെ കുറിച്ച് ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ പണമിടപാടുകൾ ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിൽ നിക്ഷേപം ചെയ്യുന്നതിന് മുൻപ് നല്ലപോലെ ആലോചിക്കണം. കർക്കിടക രാശിക്കാർക്ക് വളരെ നല്ലതായിരിക്കുമെന്ന് ഗണേശൻ പറയുന്നു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ വലിയ വിജയം. എന്നാൽ ആവേശത്തിൽ നിയന്ത്രണം വിടരുത്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ള പ്ലാനുകൾ പണം നിക്ഷേപിക്കരുത്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ്. പ്രൊമോഷൻ കിട്ടാനോ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാനോ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് എല്ലാവരും നിങ്ങളെ പ്രശംസിക്കും. വീട് വാങ്ങുന്നതിലൂടെ ലാഭമുണ്ടാകും. ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ മാതാപിതാക്കളുടെ സഹായം തേടുക. വിദേശത്ത് ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യത്തിലും ബന്ധത്തിലും കൂടുതൽ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ തുടക്കത്തിൽ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കും. ആരോഗ്യം മോശമായാൽ അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും. നിങ്ങൾ ഒരു അവസരം നഷ്ടപ്പെടുന്നതായി തോന്നും. പിന്നീട് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി സ്ഥലത്ത് ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണം. ചെറിയൊരു തെറ്റ് മതി നിങ്ങളുടെ സ്ഥാപനം ഇല്ലാതാകാൻ. ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കുക. ഭാര്യയുടെ വികാരങ്ങളെ മാനിക്കുക. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷവും ഭാഗ്യവും നിറഞ്ഞതായിരിക്കുമെന്ന് ഗണേശൻ പറയുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ മുൻ ചെയ്ത ജോലിയുടെ പേരിൽ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് പ്രശംസ ലഭിക്കും. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. നിങ്ങൾ വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ബിസിനസ് വികസിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം കുറച്ച് തിരക്ക് പിടിച്ചതായിരിക്കാം എന്ന് ഗണേശൻ പറയുന്നു. ഈ സമയം ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകേണ്ടി വരും. എന്നാൽ ഒരു ഒത്തുതീർപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ആഴ്ചയുടെ തുടക്കത്തിൽ സഹോദരനുമായോ സഹോദരിയുമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ സാധ്യതയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം വേണം. ജോലി സ്ഥലത്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കാൻ ശ്രമിക്കുക. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകേണ്ടതായിട്ടും വരാനുള്ള സാധ്യത കാണുന്നു. വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം നല്ലതായിരിക്കും. എന്നാൽ പിന്നീട് ശ്രദ്ധിക്കണം. ഗണേശൻ പറയുന്നു, നിങ്ങൾ ഇതിനു മുൻപ് എടുത്ത കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല വിവരങ്ങൾ ലഭിക്കും. യാത്രകൾ സന്തോഷം നൽകുന്നതും ലാഭകരവുമായിരിക്കും. ഒരു ഉന്നത വ്യക്തിയുടെ സഹായത്തോടുകൂടെ ഈ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കാനാകും. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ കഠിനാധ്വാനം ചെയ്യുക. ധനു രാശിക്കാർക്ക് ഈ ആഴ്ച സമയം നന്നായി ഉപയോഗിച്ചാൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് ഗണേശൻ പറയുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. ഉന്നത വ്യക്തികളുടെ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. വീട് വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അത് സാധ്യമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. മാതാപിതാക്കൾ നിങ്ങളുടെ പ്രണയം അംഗീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മകരം രാശിക്കൂറുകാർക്ക് ഈ ആഴ്ച കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നും ഗണേശൻ പറയുന്നു. വീട്ടിലെ അറ്റകുറ്റപ്പണികൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതായി വരും.
സാമ്പത്തികപരമായി ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. വീട്ടിൽ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുമായി തർക്കിക്കാൻ പോകരുത്. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച അലസതയും അഹങ്കാരവും ഒഴിവാക്കണമെന്ന് ഗണേശൻ പറയുന്നു. ഒരു ജോലി നാളേക്ക് മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തന്നെ ഭവിക്കുന്നതാണ്. നിങ്ങളൊരു ചുവട് പിന്നോട്ട് വെച്ച് 2 ചുവട് മുന്നോട്ട് പോകാൻ ഒരവസരം ലഭിക്കുമെങ്കിൽ അതിനൊരിക്കലും മടിക്കരുത്. ഉദാഹരണത്തിന് ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്ക് കോടതിയിൽ കൊണ്ടുപോകാതെ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നല്ലതാണ്. മീനം രാശിക്കാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്താൽ വിജയം നേടാൻ സാധിക്കുമെന്ന് ഗണേശൻ പറയുന്നു. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി മറ്റൊരാളെ ഏൽപ്പിക്കാതെ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ദേഷ്യം വാങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഈ ആഴ്ച ആരോഗ്യവും ബിസിനസ്സും ബന്ധങ്ങളും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക. രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം അത്ര നല്ലതല്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിൽ വാരഫലം അപ്ലോഡ് ചെയ്യുന്നത് ബന്ധപ്പെട്ട് പല തെറ്റുകൾ സംഭവിച്ചേക്കാം. അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തി മുന്നോട്ട് പോകുന്ന